എൻ്റെ പേര് നിമിഷ, ഹസ്ബൻഡിൻ്റെ പേര് സനീഷ്. ഞങ്ങൾ രണ്ടാംകടവ് ഇടവകയിൽ നിന്ന് വരുന്നു. 2020 ജൂണിലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. അങ്ങനെ 2022 ജൂൺ മാസം ഞങ്ങൾ ഇവിടെ വരികയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു 29 ആഴ്ച ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും രാത്രി കിടക്കുന്നതിന് മുമ്പ് തോളോട് തോൾ പരസ്പരം കരങ്ങൾ വെച്ച് ഈശോയുടെ സ്നേഹവും സമാധാനവും ഞങ്ങളിൽ നിറയുന്നു എന്ന ജപം 10 മിനിറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നു. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഓരോരുത്തർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. അച്ഛനെ വന്ന് കണ്ട് പിറ്റേ മാസം തന്നെ പലരും പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചു അടുത്ത മാസം ഞാൻ പ്രഗ്നൻ്റ് ആവുമെന്ന്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതല്ലാണ്ട് പ്രഗ്നൻ്റ് ആയില്ല. അങ്ങനെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ വന്ന് ഒക്ടോബർ മാസത്തിലെ തിരുനാളിൻ്റെ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്നൊരു വാർത്തയെങ്കിലും എന്നെ അറിയിക്കണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ 2023 ഒക്ടോബർ 10, അതായത് ഇന്നേ ദിവസം കഴിഞ്ഞ വർഷം ഞാൻ അറിഞ്ഞു ഞാനൊരു അമ്മയാകാൻ പോകുകയെന്ന് ഞാൻ അറിഞ്ഞു. പ്രഗ്നൻസി ടൈമിൽ എനിക്കും കുഞ്ഞിനും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. അങ്ങനെ ജൂൺ 9 ആയിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞത്. മെയ് 29 ചെക്കപ്പിനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു യൂട്രസ് ചെറുതായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് അഡ്മിറ്റ് ആയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. അന്ന് വൈകിട്ട് ട്യൂബ് ഇട്ടു. പിറ്റേന്ന് വെളുപ്പിന് തന്നെ ലേബർ റൂമിൽ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് വേദന ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. PV ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു 2 സെൻറ്റിമീറ്റർ പോലും ആയിട്ടില്ല, നമുക്ക് ഉച്ച വരെ നോക്കാം, ഉച്ച കഴിഞ്ഞ് ഡെലിവറി നടന്നില്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, 3:45 ആയപ്പോഴത്തേക്ക് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം കരച്ചിലായപ്പോൾ ഡോക്ടറിനോട് ഞാൻ തന്നെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സിസേറിയനെങ്കിൽ സിസേറിയൻ അങ്ങനെ ചെയ്യാം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസേറിയൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പം അനസ്തീഷ്യ ഡോക്ടർ ഉച്ച വരെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് അവരെ വിളിച്ചു വരുത്തണം. ഡോക്ടർ പറഞ്ഞു ഞാൻ ഇപ്പോൾ അവരെ വിളിക്കാം, നീ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി എന്നെ ഓപ്പറേഷൻ തിയേറ്റർ മേലത്തെ ഫ്ലോറിലാണ്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ സ്ട്രെച്ചറിൽ എന്നെ കിടത്തുകയായിരുന്നു. കിടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എങ്ങനെ വന്നാൽ നമുക്ക് ഒന്നും കൂടെ PV ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ PV ചെയ്ത് നോക്കിയപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരുന്നത് 4 സെൻറ്റിമീറ്ററായി ഗർഭപാത്രം വികസിച്ചെന്ന് പറഞ്ഞു. ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി എന്നെ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ കയറ്റി. അവിടുന്ന് നോർമൽ ഡെലിവറി വഴി ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഈ ആൺകുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. സംഭവിക്കും കാലമല്ലോ ഉണരാമുണരാമുണരാ. ഈശോയേ